ഒരു നടി ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 26 ഇയേഴ്സിൻ്റെ ആ ജേർണിയിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോൾ ആദ്യം ഒരു ഞെട്ടൽ സ്വാഭാവികമാണ്. ഞാൻ ഇത്ര ഞെട്ടൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ മറയൊന്നുമില്ലാത്ത ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ എസ്കേപ്പിസം ഉണ്ടായിരുന്നു. എന്നോട് ഇത്തിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അതിൽ ഒരു അഭിപ്രായവും ഇല്ല. അത് പിന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്സും പൊളിറ്റിക്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി റിലിജ്യനായി മാറുന്നത്. മെച്യൂരിറ്റി എത്തുന്നവരെ ഒരാൾ സ്പിരിച്വാലിറ്റിക്ക് റെഡിയല്ല. Hi, I'm Lena. I'm at KLF 2026 and I'm on KLF Apostrophes. Perfect. സിനിമയിൽ വന്ന ലെനയെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ, അതല്ലെങ്കിൽ ആ എക്സ്പോഷറിനേക്കാൾ കൂടുതൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഉണ്ട് ഫോർ ഷുവർ. അതുകൊണ്ടാണല്ലോ സെഷൻസിന് അവർ വിളിക്കുന്നത്. ആ മാറ്റം എങ്ങനെ ഏൺ ചെയ്തെടുത്തെന്നാണ് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പെർഫോമർ, ആസ് എൻ ഓഥർ ഒക്കെ തോന്നുന്നത്? I don't think I did anything particular to earn it because എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യാമെന്ന്. It was not a goal. It's a beautiful space to land in and it's a great honor. പക്ഷേ ഇതെല്ലാം വന്നത് is from a sense of purpose that my life journey should be of some use to others. Everything that I have experienced in life, I should have distilled information from the experience so that I can give it to the world when I leave, before I leave, so that having lived here is actually meaningful. ഇപ്പോൾ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്ന ലെനയുടെ പല സ്പീച്ചുകളിലും ആളുകൾ ഇപ്പം നമ്മൾ പറയുന്ന പോലെ റീലിൽ അല്ലെങ്കിൽ വീഡിയോ കട്ട്സിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോഴൊക്കെയും പല ആളുകളുടെയും സംശയം, ഹൈ എന്താ ഇപ്പം ഇങ്ങനൊരു മാറ്റം, അല്ലെങ്കിൽ ഫസ്റ്റ് ബുക്ക് വന്ന സമയത്തൊക്കെ അതേ ചോദ്യം ഉണ്ടായിരുന്നു, ഇതെങ്ങനെ മാറി? അപ്പോൾ ആ ഒരു ഗ്രാജുവൽ മാറ്റം, ഐ വുഡ് സേ, ആ മാറ്റം എന്തുകൊണ്ടോ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫാൻ ഫോളോയിങ്, ഹോൾ മലയാളി ആ കമ്മ്യൂണിറ്റി അറിയാതിരുന്നതോ അല്ലെങ്കിൽ അതങ്ങനെ ഓപ്പൺലി കാണിക്കാതിരുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു വണ്ടർ സർപ്രൈസ് ഒക്കെ തോന്നുന്നത്. അതായത് ഞാൻ ആദ്യത്തെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥ, ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാലേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ അതുവരെ 26 വർഷമായിട്ട് എന്നെ മലയാളി പ്രേക്ഷകർക്ക് അറിയാം നടി എന്ന നിലയ്ക്ക്. ഒരു നടി ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 26 ഇയേഴ്സിൻ്റെ ആ ജേർണിയിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. മനഃപൂർവ്വം ഒളിച്ചു വെക്കുന്നൊന്നുമല്ല. അതായത് അർദ്ധരാത്രി കുടപിടിക്കുന്ന ഒരു അവസ്ഥ ആവശ്യമില്ല. ഈ പുസ്തകം റിലീസായ സമയത്ത് എനിക്ക് ആ പുസ്തകത്തിനെ പറ്റി സംസാരിക്കണമല്ലോ. ആ പുസ്തകം സെൽഫ് റിയലൈസേഷനുള്ള ഒരു പ്രാക്ടിക്കൽ സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. 5 സ്റ്റെപ്സ് ടു സെൽഫ് റിയലൈസേഷൻ, 5 പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു സെൽഫ് റിയലൈസേഷൻ എന്ന് സബ് ടൈറ്റിലുള്ള ഈ ബുക്ക് പറയുമ്പോൾ നമുക്കതിലുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. സംഭവിച്ചത് അതുവരെ 10-25 വർഷമായിട്ട് എന്നെ ഒരു ചേച്ചി, അനിയത്തി, കാമുകി ഏതൊക്കെയോ രീതിയിൽ എന്നെ കണ്ടുകൊണ്ടിരുന്നവർ ഒരിക്കലും എന്നെ ഒരു സ്പിരിച്വൽ പേഴ്സണായിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ റോൾസും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ എൻ്റെ 25 വർഷമായിട്ട് അറിയാവുന്ന ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് ഇങ്ങനൊരു എൻ്റെ ഈ വശം കണ്ടിട്ടില്ല. ഷിഫ്റ്റല്ല, അത് എൻ്റെ ഒരു വശമാണ്. ഇറ്റ്സ് വൺ ഓഫ്, എന്നെ അടുത്തറിയാവുന്നവർക്കൊന്നും അതൊരു ഷിഫ്റ്റായിരുന്നില്ല. അവരൊട്ടും ഞെട്ടിയില്ല. അവർ പറഞ്ഞില്ല എന്നെ ഇങ്ങനെയാണല്ലോ. പക്ഷേ അതുവരെ മലയാളി പ്രേക്ഷകർക്ക് നടി എന്ന എന്നെ അറിയുള്ളായിരുന്നു. ഇപ്പോൾ വ്യക്തി എന്ന ലെനയെ അറിയാം. അപ്പോൾ ആദ്യം ഒരു ഞെട്ടൽ സ്വാഭാവികമാണ്. ഞാൻ ഇത്ര ഞെട്ടൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ആ ഞെട്ടൽ നല്ലതായിരുന്നു എല്ലാ രീതിയിലും. നൗ ഇറ്റ്സ് ബിക്കം നോർമൽ. ഞാൻ ആ ഞെട്ടി കൂട്ടത്തിലുള്ള ആളുണ്ടേ എന്ന് വിചാരിച്ച ആളുടെ വീഡിയോസ് കാണും. പക്ഷെ വേറൊരു തരത്തിൽ ഇപ്പം സെലബ്സിൻ്റെ, ഐ മീൻ ഈ ഒരു ജേർണി അറിയുന്ന എല്ലാ ആളുകൾക്കും നമ്മുടെ മനസ്സിലുള്ള ഇമേജ് വേറെയാണെന്ന് പറയില്ലേ. പക്ഷെ സെലബ്സിൻ്റെ വേറൊരു പ്രശ്നമുള്ളത്, they have to really carry another fake face to protect the stardom or maybe the fame or that love, affection. കാരണം നമ്മളൊന്ന് ജാട കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഇമോഷൻ, ഇപ്പോൾ ഭയങ്കര ചൂടത്തുനിന്ന് നടന്നു വരുന്ന ഒരു സെലിബ്രിറ്റിയോടൊന്നല്ല ആരോടും പെട്ടെന്ന് നിന്ന് 2 ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ they'll get ഇപ്പം വേണ്ട, അല്ലെങ്കിൽ വേർത്ത് കുളിച്ചിരിക്കുകയാണെന്ന് പറയും. പക്ഷെ ചിലർക്ക് ആ സ്പേസ് അവരങ്ങനെ എടുക്കില്ല. പറയാതിരിക്കുന്നതല്ലേ നല്ല, ഇറ്റ്സ് ഓക്കെ ടു പ്ലീസ് ദം എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ഷീൽഡ്
കണ്ടിട്ടില്ല താങ്കൾക്ക്. പക്ഷെ ആ ഷീൽഡ് പലരും കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാവാം? അതെനിക്കറിയില്ല. ബിക്കോസ് അങ്ങനെ അവർ കൊണ്ട് നടക്കുന്നുണ്ടോ, അത് എന്തിനാണ്, ഇതൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഒരു ഷീൽഡായിട്ട് കൊണ്ട് നടന്നിരുന്നില്ല. ഞാൻ ബേസിക്കലി കോൺട്രവേഴ്സീസും ആൾക്കാരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന താല്പര്യമില്ലാത്ത ഒരാളാണ് പണ്ട് മുതലേ. ഇപ്പോൾ എൻ്റേതായ സ്പിരിച്വാലിറ്റിയോ ഫിലോസഫിയോ പറയേണ്ടി വരുമ്പോൾ ഞാൻ എന്നെ തന്നെ എക്സ്പോസ് ചെയ്തേ പറ്റുള്ളൂ ടു ദ പബ്ലിക് ദറ്റ് ദിസ് ഇസ് ഹു ഐ ആം ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമുക്ക് ഒരു വിധത്തിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മറയൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയായിരുന്നു, പക്ഷേ എസ്കേപ്പിസം ഉണ്ടായിരുന്നു. എന്നോട് ഇത്തിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും എനിക്കതിൽ ഒരു അഭിപ്രായവും ഇല്ല. ബിക്കോസ് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അത് പറയേണ്ട കാര്യം എന്താ, എൻ്റെ ഒരു അഭിപ്രായമല്ലേ ഉള്ളൂ, അത് എൻ്റെ അഭിപ്രായത്തിന് എന്താ ഇത്ര വില കൊടുക്കേണ്ട കാര്യം. ഞാനൊരു എക്സ്പീരിയൻസ് അല്ല പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം ആർക്കും ആവാമല്ലോ. അപ്പോൾ ഞാൻ ജനറലി അഭിപ്രായങ്ങൾ പറയാത്ത കൂട്ടത്തിലായിരുന്നു. അതൊരു എസ്കേപ്പിസമാണ്, വെറുതെ എന്തിനാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി ഈ ബുക്കും സ്പിരിച്വാലിറ്റിയും പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ആൾക്കാർ ഞെട്ടിയത്. സോ അങ്ങനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടാവും. എൻ്റെ റീസൺ ഇതായിരുന്നു, ദാറ്റ് ആവശ്യമില്ലാത്തടുത്ത് ഒരു കമൻറ്റ് പറയുന്ന കൂട്ടത്തിലല്ല ഞാൻ. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് ഒരു കാര്യം പറയും എന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞത് ഈ ബുക്കിൻ്റെ സമയത്താണ്. നമ്മൾ സിനിമയിൽ എപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ ഒരേ റോൾസ് അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആവുന്നു എന്നുള്ളത്. ഈ സ്പിരിച്വാലിറ്റിയുമായുള്ള സംഭാഷണങ്ങളിൽ പലപ്പോഴായി ഈ റിലിജ്യൻ കടന്നു വരും. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ദാറ്റ്. ആ ഒരു കാര്യം കൊണ്ടാകാമോ ഒരു പക്ഷേ ഇത്രയധികം സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ഒരു അവെയർനെസ്, ഓർ മേ ബി ഇറ്റ്സ് നോട്ട് സോ കോമൺ എന്ന് ഇപ്പോഴും തോന്നുന്നത്. ഇറ്റ് ഈസ് വിത്ത് അസ്. അത് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ഒരു പ്രായം ഉണ്ടാകാം, അല്ലെങ്കിൽ ദർ മേ ബി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് സോ കോമൺ സ്റ്റിൽ നൗ. അത് ഇതുകൊണ്ടായിരിക്കുമോ ഈ ഒരു റിലിജിയൻ ഇസ് സോ കണക്റ്റഡ്? എനിക്ക് മനസ്സിലായിട്ടുള്ളത് സ്പിരിച്വാലിറ്റിയും റിലിജിയനും തമ്മിൽ ഒരു വളരെ തിൻ ലൈനാണുള്ളത്. ബിക്കോസ് സ്പിരിച്വാലിറ്റി ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ചില പ്രോഫറ്റ്സ്, ലീഡേഴ്സ്, എൻലൈറ്റൻഡ് ബീയിങ്സ് അവരുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് പങ്കുവെച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരേ കാര്യമാണ്, നിങ്ങൾ ഇത് സ്വയം അനുഭവിച്ചറിയൂ, നിങ്ങൾ നിങ്ങളെ തന്നെ അറിയൂ. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. തത്വമസി, യു ആർ ദാറ്റ്, സെർച്ച് ഫോർ ഇറ്റ്, ഹൂ എം ഐ, ആസ്ക് ഹൂ എം ഐ, എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കണം. സ്വന്തം റെസ്പോൺസിബിലിറ്റി 100% എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് സ്പിരിച്വാലിറ്റി. അതിന് പകരം അവർ പറഞ്ഞതിനെ വാവ് അത് കൊള്ളാം, ഇതെൻ്റെ അനുഭവമല്ല അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെ കോട്ട് ചെയ്ത് തുടങ്ങാൻ ആൾക്കാർക്ക് ഈസിയായി. അപ്പോൾ ഇവർ ഭയങ്കര വിവരമുള്ളവരെ പോലെ തോന്നും നമുക്ക്, ബിക്കോസ് അവർ വിവരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അവരുടെ അനുഭവമല്ല പറയുന്നത്. അവർ കേട്ടറിവ് പറഞ്ഞ് but then they stopped saying I heard, they started saying this is how it is, I think. അപ്പോൾ അറിയാത്ത ആൾക്ക് ഇയാളുടെ സ്വന്തം തോട്ടാണോ അതോ ഇത് എവിടെ നിന്നുള്ള ബോറോഡ് വിസ്ഡം ആണോ എന്ന് അറിയാതെ അത് പിന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്സും പൊളിറ്റിക്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി റിലിജ്യനായി മാറുന്നത്. റിലിജ്യനിൽ ഒരുപാട് പവർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സ്പിരിച്വാലിറ്റി ഇസ് ഫ്രീഡം and religion is power oriented, and religion has its place because ഒരു മെച്യൂരിറ്റി എത്തുന്നവരെ ഒരാൾ സ്പിരിച്വാലിറ്റിക്ക് റെഡിയല്ല. പക്ഷെ അയാൾക്ക് അപ്പോഴും ഒരു തുണ വേണം, ഒരു വിശ്വാസം വേണം, എന്തെങ്കിലും ഒരു താങ്ങ് വേണം. അതിന് റിലിജ്യൻ ഇസ് എ ബ്യൂട്ടിഫുൾ ടൂൾ. ആൻഡ് ത്രൂ റിലിജ്യൻ ഗ്രാജുവലി ചിലവർക്ക് ഭക്തി കൊണ്ട് അവർ എത്താം സ്പിരിച്വൽ നോളജിലേക്ക്, ചിലവർ തേടലുണ്ട് ജ്ഞാനയോഗ വഴി എത്താം, ചിലവർ പൂർണ്ണമായിട്ടും ഈ റിലിജിയസ് കുറേ തന്ത്രങ്ങൾ യൂസ് ചെയ്തിട്ട് അവർക്ക് സ്പിരിച്വാലിറ്റിയിലെത്താം. സോ വേണമെങ്കിൽ റിലിജ്യൻ ക്യാൻ ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ചിലപ്പോൾ മിക്ക സമയത്തും റിലിജ്യൻ ബിക്കംസ് എ ഹേർഡിൽ, ബിക്കോസ് ബ്ലൈൻഡ് ഫെയ്ത്ത് വിതൗട്ട് എനി റീസണിങ് ലീഡ്സ് പീപ്പിൾ ടു ബിക്കം സ്ലേവ്സ്. ആൻഡ് ഫാനറ്റിസിസം വരും. ഫാനറ്റിക് ആവുമ്പോഴാണ് ഇത് പ്രോബ്ലം ആവുന്നത്. അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന് മുൻപ് ഒരു മെൻ്റൽ പീസിനെ കുറിച്ച്, ഒരു സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് ഒരു
ടീനേജർക്കോ അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിലുള്ള ആളുകൾക്കോ പറഞ്ഞാൽ എന്തോ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെന്നുള്ള പോലെയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു 12 hour ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ നാളെ ഡ്യൂട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഡിസ്റെസ്പെക്ട്ഫുൾ ഇൻ എ കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്പേസിൽ. ബട്ട് നൗ തിങ്സ് ഹാവ് ചേഞ്ച്, ഇറ്റ്സ് സ്ലോലി ചേഞ്ചിങ്. ആ ഒരു മാറ്റത്തിന് ദ യങ് ജനറേഷൻ അവരുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് ഹൗ ഹോപ്പ്ഫുൾ യു ആർ അബൌട്ട് ദ യങ് ജനറേഷൻ ആൻഡ് ദെയർ കോൺസെപ്റ്റ്സ്. I don't interact with the young generation a lot in my day-to-day life. So I'm actually not very personally experiencing the present generation. പക്ഷെ എനിക്ക് ഇതുവരെ കേട്ടും കണ്ടും മനസ്സിലാക്കിയിട്ടുള്ളത് they have very firm beliefs which നമുക്കൊന്നും ആ പ്രായത്തിൽ ഇല്ലാത്ത അത്രയും സെൽഫ് കോൺഫിഡൻസും അവർ കുറേ സെൽഫ് അവെയർ ആണ്. ആൻഡ് ദിസ് ഹാസ് ടു ഡു വിത്ത് പേരൻസ് ഹു സെഡ് ഞങ്ങളെയോ തല്ലിയും ഭയങ്കരമായിട്ട് ശാസിച്ചുമാണ് വളർത്തിയത്, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്ത് വളർത്തും എന്ന് തീരുമാനിച്ച ജനറേഷൻ കാരണമാണ് ഈ ജനറേഷൻ ഉണ്ടായത്. ഈ ജനറേഷൻ്റെ റിയൽ ഔട്ട്കം നമുക്ക് ഒരിക്കലും ഇവിടെ പ്രവചിക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഓൾസോ സ്ലേവ്സ് ടു ദ സോഷ്യൽ മീഡിയ. This generation, they are born with a phone in their hand. So we need to see, idini kandariyanne pattullu. In the next 20 years we will know what has happened because of this outcome. Now they will have their children and they will do something different, saying my parents did this to me, so I will not do that to my child. And this is how one generation after the other keeps on evolving. Understood. ഇപ്പോൾ ഫാമിലി കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഇൻ്റർവ്യൂസിൽ എപ്പോഴും ഒരു സെപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന ലെനേനെ ഏറ്റവും അധികം സ്ത്രീകൾ തന്നെ പല ആളുകൾ കോമെന്റ്സിലൊക്കെ റിപ്ലൈ അയച്ചിട്ടുണ്ടാവണം. ഐ ഗെസ് ആ തരത്തിലുള്ളൊരു തുറന്നു പറച്ചിൽ അഗൈൻ ഇൻ ടു ദ സിനിമാറ്റിക് വേൾഡ് അതൊരു പറയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും ഉണ്ട്. ലൈക്ക് യു ആർ വൺ സ്റ്റാൻഡിങ് ഔട്ട്. ഇതൊന്നും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ സിനിമ കിട്ടിയാലും ഇല്ലെങ്കിൽ ഐ എം ഫൈൻ ബിക്കോസ് യു ഹാവ് another journey. You have another journey. This has nothing to do like that. I've never thought that way. Because എൻ്റെ second book which is coming out soon, 2026 June book launch ആവും. It's called Womenopause. Oh. Womenopause. So it's a book on women's health, how women's midlife health affects their life, their relationships, the entire family, children, youngsters, teenagers, the husbands, midlife crisis, all these topics, and how it shapes society, and how women building awareness about their health and about themselves can actually change the world itself. So ഇതൊക്കെ എൻ്റെ ഒരു പാരലൽ സെൽഫാണ്. മൈ ഓത്തർ സെൽഫ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം മൈ ആക്ട്രസ് സെൽഫ്. The actress that I am is a very dedicated artist who purely listens to the director. Director ആവശ്യപ്പെടുന്ന എക്സ്പ്രഷൻസും എക്സ്പ്രഷനും ആ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ജോലി. As an author, I am a free agent, I am independent. I have the freedom to voice my personal beliefs and thoughts. As an actor, that's not my job. So I am not an activist. I am just sharing my experiences if they are of any help to anyone. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ, അതുകൊണ്ട് ഞാനിവിടെ ജീവിച്ച ദിവസങ്ങൾക്കൊക്കെ അർത്ഥം വരികയാണ് എന്ന് വിചാരിച്ച് എഴുതുന്ന ഒരാളാണ് ഞാൻ. അഭിനയിക്കുമ്പോൾ അതേയല്ല. അഭിനയിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഐ ട്രൈ ടു ലൂസ് മൈ സെൽഫ് ഇൻ ദ ക്യാരക്ടർ. Whereas in writing, I try to express myself through my writing. Understand. ഇപ്പം ഈ തരത്തിലുള്ള കോൺവെർസേഷൻ ഇപ്പം ഈ പറഞ്ഞ പോലെയാണ് മോഹൻലാൽ സാറിനെ പോലെ ഒരാൾക്ക് വേറൊരു ഫേസ് ഉണ്ടെന്ന് ഇറ്റ്സ് വെരി നോൺ. പക്ഷെ അതല്ലാതെ ഇസ് ദെയർ എനി ഫ്രണ്ട്സ് ഓഫ് യു ഐ വുഡ് സേ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓർ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടോ ഫിലിമിൽ? ഫിലിംസിൽ അങ്ങനത്തെ ഡിസ്കഷൻസ് ഒരുപാട് ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വ്യക്തിപരമായിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ബുക്ക് റിലീസായി എല്ലാവരും ഞെട്ടിയപ്പോൾ അജു വർഗീസ് അവരോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ലെന ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ എത്ര വർഷമായി ഇതൊക്കെ കേൾക്കുന്നു എന്ന്.
സോ ഞാൻ എൻ്റെ ഓൺ സെൽഫാണ് പേഴ്സണലി ഫോർ വെൻ പീപ്പിൾ നോ മീ. അത് നാട്ടുകാരെന്നെ ആ രീതിയിൽ എങ്ങനെയാണോ എന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ മാരേജിന് ശേഷം ആക്ട്രസ്, ഓഥർ, പെർഫോമർ ഇതൊക്കെ പറയുന്നതിനിടയിൽ ഇപ്പം നാസ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ടാവില്ലേ? അതെ അതെ, ആസ്ട്രോനോട്ട്സ് വൈഫ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷിഫ്റ്റ് ഇൻ മീ. ബിക്കോസ് എനിക്ക് ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ടു ബി, ആൾക്കാർ എന്നെ പറഞ്ഞിരുന്നത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ള ടൈറ്റിലാണ് എൻ്റെ മിക്ക ഇൻ്റർവ്യൂസിനൊക്കെ ടൈറ്റിൽ വരാറുണ്ടായിരുന്നത് മാഗസീൻസിലൊക്കെ. ബിക്കോസ് ആ ബോൾഡ് ആവണമെങ്കിൽ നമ്മളൊരു ലെവൽ ഓഫ് മാസ്കുലിനിറ്റി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. തണ്ടേടം, നമ്മളെന്തും നേരിടാൻ പറ്റും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ 14 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചതെന്ന് വന്ന ഒരു നമ്മുടെ മാസ്കുലിൻ സൈഡാണ് അവിടെ എക്സ്പ്രസ് ആവുന്നത്. അത് ഒരുപാട് നമ്മുടെ ഫെമിനിറ്റിയെ സാക്രിഫൈസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. സോ ആസ് ഐ എം മൂവിങ് ഇൻ ടു മിഡ് ലൈഫ്, ഐ എം ബിക്കമിങ് മോർ ഫെമിനൈൻ. Because all the hormones are shifting and I don't want to be that person. So marriage happened at that exact time. So the shift is not easy because ഒരു വളരെ ബോൾഡ് പേഴ്സണിന് ഫെമിനൈൻ സോഫ്റ്റ്നെസ്സിലേക്ക് വരാൻ ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് 10-14 വർഷം കൊണ്ട് ഷേപ്പ് ചെയ്ത ആ പേഴ്സണാലിറ്റി നമ്മൾ കല്യാണം കഴിച്ച് ഇമ്മീഡിയറ്റ്ലി അതങ്ങ് തകർത്ത് കളയുമ്പോൾ ദേഴ്സ് എൻ ഐഡൻറ്റിറ്റി ബ്രേക്ക് ഡൗൺ. ഒരു ബ്രേക്ക് ഡൗൺ ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് ബീൻ വെരി ഈസി ബട്ട് ഇറ്റ് ഇസ് സോ ലിബറേറ്റിംഗ്. സോ നൈസ് ടു സീ യു ലൈക്ക് ദിസ്. ഇനി ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത റോളിൽ വന്നു, പല പല റോൾസ് ചെയ്യുന്നു. വാട്ട് വുഡ് ബി another area which you would like to explore? ഈ പറഞ്ഞ പോലെ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലോർ ഡയറക്ടിങ്. ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ ഹവ് റിട്ടൺ ദ സ്ക്രിപ്റ്റ് ഐ വോണ്ട് ടു ഡയറക്റ്റ്. ഐ തിങ്ക് വെൻ ദ ടൈം ഇസ് റൈറ്റ് അത് സംഭവിക്കട്ടെ, വൈകാതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.